അപ്പൂപ്പ കഥ പറ. അത് മക്കളെ, അത് പൂച്ചക്കുഞ്ഞിൻ്റെ കഥയാണ്. അങ്ങ് താഴെ നീലാമ്പരി എന്നുള്ളൊരു വലിയ കുന്നുണ്ട്. ആ കുന്നിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തെയാണ് പൂച്ചക്കുന്നെന്ന് പറയുക. അവിടെയാണ് വവ്വാലി വെള്ളാടി ഉള്ളത്. അതേ മക്കളെ, വെള്ളച്ചാട്ടത്തിൽ ആടി തപസ് ചെയ്തുകൊണ്ടാണ് വവ്വാലി വെള്ളാടി എന്ന് പേര് വന്നത്. ഭാഗ്യം പാമ്പിന്റെ പുറത്ത് ആടി തപസ് ചെയ്യാഞ്ഞത്, എനിക്ക് പാമ്പാടി രാജെന്ന് പേര് വന്നേന്. തമാശയല്ല മക്കളെ ഇത്. അവൾ വളരെ ശക്തിയാണ്. പുള്ളിടിക്കല്ലേ? അത് ശരി. എടിയേ, പുള്ളി തള്ള 2 മണിക്കൂർ വെറുതെ കളയല്ലേ, അതിനാ. ഇതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങൾ പോവാ. വിട്ടോ. താങ്ക് യു അപ്പൂപ്പ, ഇത്രയും കഥ പറഞ്ഞു. പിള്ളേരെ പേടിപ്പിക്കാനായിട്ട് വന്നേക്കോ. അപ്പൂപ്പൻ പറഞ്ഞ വഴിയൊക്കെ കറക്റ്റാടി. അയ്യോ, എത്ര ദൂരം നടന്നാ നമ്മൾ വന്നത്. എടാ, ഇനി പറഞ്ഞ പോലെ പേടിപ്പെടുത്തുന്ന വെള്ളാടി ഉണ്ടാവും അവിടെ. വെള്ളാടിയല്ല, വെള്ളാടി വവ്വാലി. റെസ്പെക്ട്. അതെങ്ങാനും ഉണ്ടാവും അവിടെ. അതാ എന്നെ പേടി. വാ പോയി നോക്കാം. വാസു, നീയല്ലേ പറഞ്ഞേ അങ്ങനൊന്നും ഇല്ലെന്ന്? അത് അപ്പോഴത്തെ ധൈര്യത്തിലും സമയം പോണ്ടെന്ന് ഓർത്ത് പറഞ്ഞതാ. പിന്നെ കഥ കൂടുതൽ കേട്ടാൽ നമ്മൾ പോകത്തില്ല. അതിലും ഭേദം ഇതൊന്നും കേൾക്കാണ്ടങ്ങ് പോകുന്നതാണ് നല്ലത്. എടാ, എനിക്കിപ്പോൾ ഒരു പേടിയുണ്ടല്ലോ. എന്തായാലും ഇവിടം വരെ എത്തി, കുറച്ചുകൂടി പോയി നോക്കാം.